ഞാൻ അതിനൊരു അടിക്കുറിപ്പെന്ന് മാത്രമല്ല, ഇത് ഞാൻ ചെയ്യുന്നൊരു പ്രഭാഷണമല്ല, വെറുതെ ഒരു അടിക്കുറിപ്പാണ്. നമ്മളറിയാതെ നമ്മുടെ വീടുകളിലും മറ്റിടത്തും എങ്ങനെ ഈ പറഞ്ഞ ശക്തികൾ നമ്മളറിയാതെ എങ്ങനെ ഈ 100 വർഷത്തിനകം കയറി എന്നുള്ളത്. അപ്പം നമുക്ക് പുസ്തകങ്ങളുണ്ട്, സിനിമയുണ്ട്, നമ്മുടെ പല പോപ്പുലർ കൾച്ചറിൽ പലതുണ്ട്. പക്ഷെ ഞാൻ ഒരു പത്രപ്രവർത്തകൻ ആയിരുന്നു. അതുകൊണ്ട് പത്രങ്ങളിലൂടെ ഇത് എങ്ങനെയാണ് മാറുന്ന ഒരു ചില വിഷ്വൽസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അധികം സംഭാഷണമൊന്നുമില്ല. അത് കഴിഞ്ഞ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളുടെ ആവശ്യമില്ല, കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഈ പൊതുവായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അത് ഒരുമിച്ച് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാനൊന്ന് അത് വിഷ്വൽ ഇട്ടിട്ട് സംസാരിക്കാം. ഞാൻ ഈ നമ്മുടെ പത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ 100 വർഷത്തെ ഒരു ചരിത്രം, ഇത് 1919 പേപ്പറാണ്. ഗാന്ധി, തീർച്ചയായിട്ടും നമ്മുടെ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ കൂടെ ആയാലും ഗാന്ധി എങ്ങനെയാണ് നമ്മുടെ പത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് നിറഞ്ഞു നിന്നാലും ശരിക്കും അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഓരോ ദിവസവും. ഗാന്ധി അറസ്റ്റ് ചെയ്യുന്ന 19 ഗാന്ധി 1919 നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ഒരു നേതാവായിട്ടില്ല, ആകുന്നേ ഉള്ളൂ. പക്ഷെ അന്ന് പോലും അത് ഞാൻ പറയുന്നത് പത്രങ്ങൾക്കും വായനക്കാർക്കും കൂടെ ഒരു കടമയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ട്രെയിൻ ചെയ്ത് ഇപ്പോൾ ഈ ഇവിടുത്തെ പല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന 3-4 വെബ്സൈറ്റുകളും 5-6 സ്വതന്ത്ര നിരീക്ഷകരുമാണ്. ഞാനിപ്പോൾ രാവിലെ ട്രെയിനിൽ വന്നപ്പോഴും ജനം മുഴുവൻ കാണുന്ന അവരെയാണ്. അപ്പോൾ ഈ 1919 അങ്ങനത്തെ ഒരു നമ്മുടെ ജനങ്ങൾക്കും ഒരു പങ്കുണ്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി അത് ഇത് ഇങ്ങനെ സംഭവം ഒരു പത്രം ഇറക്കുകയാണെങ്കിലും വായിക്കാൻ ആളുണ്ടായിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു RS-കാരനെ ഒരാളെ കാണാൻ പറ്റില്ല. ഗാന്ധി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ സമയം. അത് കഴിഞ്ഞ് ഗാന്ധി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കവറേജ് നിങ്ങൾ നോക്കാം. നമുക്ക് ഞാൻ അത്ഭുതത്തിലാണ് ഈ എഡിറ്റേഴ്സിൻ്റെയൊക്കെ ധൈര്യത്തിനാക്കരുത്. ബ്രിട്ടീഷ് ഇതിൻ്റെ കീഴിലാണ്. അന്ന് അവർ ഒരു സംശയവും കൂടെ, നമ്മളിപ്പോൾ ഉമർ ഖാലിദിനെ കുറിച്ച്, ഉമർ ഖാലിദിൻ്റെ ജയിലിൽ കിടക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പത്രം ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുമോ? അന്ന് സർവ്വ അധികാരമുള്ള ബ്രിട്ടീഷുകാർക്ക് ബോംബെ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ പത്രം, അത് ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ്, ബോംബെയിൽ നിന്ന് ഇറങ്ങിയിരുന്ന പത്രമാണ് അത്. അപ്പം ഞാൻ പറയുന്നത് പത്രങ്ങൾക്ക് വന്നൊരു പത്രധർമ്മം വേറൊരു ധർമ്മമായിരുന്നു, വേറൊരു വാർത്തയും ഇല്ല. ഇത് മാത്രമേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അക്കാലത്ത്. കാര്യം ഇപ്പോൾ വലിയ ഒരു സമരം, രാജ്യത്തെ കർഷക സമരം നടക്കുന്ന ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും ഇതും പ്രസിദ്ധീകരിച്ച് അന്ന് രാത്രി ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പേജ് വണ്ണിൽ മുഴുവൻ ഇന്ത്യ ജയിച്ചതിൻ്റെ ചരിത്രമായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അന്നൊന്നും ഇങ്ങനത്തെ വേറെ ജീവിതം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനങ്ങൾക്ക് അതിനുവേണ്ടി കാണിച്ചതാണ് ഞാനത്. സോറി, ഈ പേജിൽ കണ്ടീഷൻ കണ്ടിന്യൂസ് സാറ്റിസ്ഫാക്ടറി ഒരു പേജിനകത്ത് വളരെ ചെറിയ ഒരു പാരഗ്രാഫ് വാർത്ത. അത് പറയാണ്, ഡോക്ടർ മൂഞ്ചെ എലക്റ്റഡ്, നാഗ്പൂർ സ്വരാജിന്റെ എലക്റ്റഡ് ലീഡറായിട്ട് ഡോക്ടർ മൂഞ്ചെ. ഈ ഡോക്ടർ മൂഞ്ചെയാണ് പിന്നീട് എനിക്ക് 2-3 വർഷം കഴിഞ്ഞ് ഇറ്റലിയിൽ പോയി മുസോളിനെ നേരിട്ട് കണ്ടിട്ട് വളരെ ഒരു ഫാൻ ബോയ് ആയിട്ട് തിരിച്ചു വരികയും പിന്നെ ഹെഡ്ഗേവാറിൻ്റെയും സവർക്കറുടെയൊക്കെ ഗുരുനാഥൻ മെൻറ്ററായി പ്രവർത്തിച്ച മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പോയ ശേഷം ആ വാർത്ത അവർ കൊടുത്തിരിക്കുക. അവർക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. പക്ഷേ കൂടുതൽ ബ്ലോ അപ്പ് ചെയ്ത ഒരു ചെറിയ ഒറ്റ പാരഗ്രാഫേ ഉള്ളൂ ഇദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ പത്രത്തിൽ, ബോംബെ ക്രോണിക്കിളായിരിക്കും അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള എല്ലാവരും വായിച്ചിരുന്ന, നാട്ടിൽ നേതാക്കൾ വായിച്ചിരുന്ന പത്രമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പിന്നീട് ഫാസിസ്റ്റ് പ്രേമി എന്ന് പറയുന്ന ഒരാളുടെ റെഫറൻസ് വരുന്നത് ഇങ്ങനെയാണ്, ഒരു പാരഗ്രാഫ് അത്ര വന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് മൂഞ്ചെ പിന്നീട് പറഞ്ഞ ഇതാണ്, ദ ഐഡിയ ഓഫ് ഫാസിസം vividly brings out the conception of unity among people. India, and particularly Hindu India, needs some such institution for the military regeneration of the Hindus. അതായത് ഇന്ത്യ, പ്രത്യേകിച്ച് ഹിന്ദു ഇന്ത്യക്ക് അതുപോലെ ഫാസിസ്റ്റ് ആയിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് ഇത് ഹെഡ്ഗേവാറിനെയും സവർക്കറേയും അവർ ഗുരുവായൂർ ഡോക്ടർ BS മുഞ്ചെ പറഞ്ഞ കാര്യമാണ്. പരസ്യമായിട്ട് അദ്ദേഹം എഴുതിയ കാര്യമാണ്. അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് രാഷ്ട്രീയ സ്വയംസേവക് സംഘ്, അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ നേതാവായിട്ട് ഹിന്ദു മഹാസഭയുടെ നേതാവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിവിടെ പറയുന്ന അദ്ദേഹം എഴുതിയിട്ടുള്ള RSSനെ കുറിച്ച് തന്നെയാണ്. അണ്ടർ ഡോക്ടർ ഹെഡ്ഗേവാർ ഈസ് ഓഫ് ദിസ് കൈൻഡ് ദോ ക്വൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി കൺസീപ്റ്റ്. അങ്ങനെ പറയുന്നത് അന്ന് അദ്ദേഹം 1930 തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്തിനാണ് RSS ഫോം ചെയ്യുന്നത്, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് RSS ഒരിക്കലും സമ്മതിക്കില്ല, പക്ഷേ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറയുന്നു. പിന്നെ വീണ്ടും ഗാന്ധി റിലീസ് ചെയ്യുമ്പോൾ
അടുത്ത പലപ്പോഴും ഈ 1990s-ലും 2000-ലൊക്കെ ആളുടെ അടുത്ത് വന്നിട്ട് ഈ ഫുൾ പേജ് ന്യൂസ് കവറേജ്, അതായത് ഈ ബ്ലാങ്കറ്റ് കവറേജ് എന്നൊക്കെ പറയുന്നത് ഗൾഫ് വാറിന് ശേഷം ഇന്ത്യയിൽ വന്നാണ്. നമ്മൾ ഈ കാർപ്പറ്റ് ബോംബിങ് കവറേജ് എന്നൊക്കെ പറയും. അതൊന്നുമല്ല. അന്ന് കേട്ടോ, ഗാന്ധി വിട്ടപ്പോൾ അവർ കവർ ചെയ്ത് എങ്ങനെയാണെന്നുള്ള അന്നോട്ടേ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗാന്ധി റിലീസ്. ഞാൻ വീണ്ടും പേജിൽ കാണിക്കുന്നത് എങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ ഇദ്ദേഹം അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ആരാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതും കൂടെ അതിനോട്ട് വരാം, അവസാനമായിട്ട് വരാം. ഇത് വീണ്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ഞാൻ സ്പീഡിൽ പോകാൻ സമയത്തില്ല. വേറെ വാർത്ത ഒന്നുമില്ല. ഇതാണ് നമ്മുടെ അന്നത്തെ. ഇതൊന്ന് ഓർമ്മ. ഞാൻ പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ ഇതിലോട്ട് മഹാത്മായുടെ മെസ്സേജ് ഫ്രണ്ട് പേജിൽ പൂർണ്ണമായിട്ട് അദ്ദേഹം അയച്ചൊരു കത്ത് അത് പബ്ലിഷ് ചെയ്യാം. ഫ്രണ്ട് പേജിൽ ഫുള്ളായിട്ട് പബ്ലിഷ് ചെയ്യാം. അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നത്. പിന്നീട് ഞാൻ ഇതിലോട്ട് വരാം. ഇത് ഗാന്ധി തിലക് സ്വരാജ് ഫണ്ട് എന്ന് നോൺ കോർപ്പറേഷന് വേണ്ടി ഫണ്ട് ഇത് 1 കോടി എക്സീഡ് ചെയ്തത്. ഇന്ന് BJP ഇങ്ങനെ പരസ്യം ചെയ്യുമോ എത്ര അവർ പൈസ ഉണ്ടാക്കി എന്നുള്ള കാര്യം? അത് ഫ്രണ്ട് പേജിൽ ഗാന്ധിയുടെ ഫോട്ടോ ഇത്രയും അവർ റേസ് ചെയ്തെന്ന് അഭിമാനത്തോടുകൂടി പറയുക. നമ്മൾ സമയം മാറിയ കാലത്തിൻ്റെ ഇത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതിനകത്തൊന്നും നമ്മൾ മറ്റേ കക്ഷികളെ കാണുന്നില്ല. ഇപ്പോഴും നമ്മളിവിടെ നിറഞ്ഞിരിക്കുന്ന ആളുടെ ഒരു മനുഷ്യനും ഒന്നുമില്ല ഇവിടെ. അവരില്ല ഈ സംഭവ സ്ഥലത്ത്. അവർ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അവർ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവരെ നമ്മൾ കാണുന്നില്ല. ഇത് ഒരു വളരെ റിവീലിംഗ് ആയിട്ടുള്ളൊരു പേജാണ്. മെയിൻ ഗാന്ധിയുടെ. പക്ഷേ ഇതിന്റെ സൈഡിൽ ചെറിയൊരു വാർത്ത. ജവഹർ ചേസസ് റൂട്ട് റെഫ്യൂജി ക്രൗഡ്. അതായത് നെഹ്റു, ഇത് ഡേറ്റും പ്രധാനമാണ്. ജനുവരി 15, 48. അതായത് 5 ഗാന്ധിയുടെ മേലെ ആദ്യം ജനുവരി 20 ആദ്യം വധശ്രമം നടക്കുന്നതിന് 5 ദിവസം മുമ്പാണ്. റെഫ്യൂജി ക്രൗഡിൽ നിന്ന് ആരോ ലെറ്റ് ഗാന്ധി ഡൈ എന്ന് ഒരാൾ വിളിച്ചപ്പോൾ നെഹ്റു ഇത് മാത്രമല്ല താഴെ ഒരു പാരഗ്രാഫ്. നെഹ്റു ദേഷ്യപ്പെട്ട അയാൾ വിരട്ടി ഓടിച്ചു വരെ. നെഹ്റു ചാടി ഇറങ്ങി ഓടിക്കുകയാണ്, ഒരു പ്രധാനമന്ത്രി ചെയ്യാണ്. പിന്നീട് ഒരു പ്രഗ്യാ ഠാക്കൂർ എന്ന് പറഞ്ഞൊരു MP, ഗോഡ്സെ ദേശഭക്തനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കണ്ണീരൊഴുക്കൊക്കെ ചെയ്തെങ്കിലും ഞാൻ മറ്റേ ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു ഡിഫൻസ് പാനലിൽ നിങ്ങളുടെ മാറ്റി എന്നല്ലാതെ അവർക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ അവർ MP ആയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇന്നത്തെ അന്ന് നെഹ്റു ചാടി ഇറങ്ങി അങ്ങനെയുള്ളവരെ കൺഫ്രണ്ട് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു. പക്ഷേ ഈ 56 ഇഞ്ചുള്ള ഇപ്പോഴത്തെ അദ്ദേഹം ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ഇതൊരു ചെറിയ വാർത്തയായിട്ട് എടുത്തുള്ളൂ. വളരെ പ്രസക്തമായ ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മുടെ കൂടെ പറഞ്ഞു കൊടുക്കുന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്. ഇല്ലെങ്കിൽ ഇവരത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കാണൂലേ കാര്യങ്ങളൊന്നും. ഈ പത്രങ്ങൾ തന്നെ അവർ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരാൾ ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇത് പലതും ഇപ്പോൾ പെയ്ഡ് സൈറ്റ്സ് ആണ്. നേരത്തെ പറഞ്ഞ 3000 രൂപയെ കൊണ്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഇത് ഫ്രീ ആണ് കിട്ടി. പക്ഷേ വേറെ ഒരുപാട് പേപ്പർ ആർക്കൈവ്സ് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു 3000 രൂപ വെച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആരെ കൊണ്ട് പറ്റുമോ? അതൊക്കെ സാധാരണ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചരിത്രത്തിൻ്റെ മാറുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഈ പത്രങ്ങൾ ഇങ്ങനെയുള്ള ഒരു സർവീസും കൂടി ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നെഹ്റു ഇവരെ ചാടി ഇറങ്ങി ഓടിച്ചെങ്കിൽ ഈ പ്രധാനമന്ത്രി അവരെ പറഞ്ഞിട്ടും ഈ MP വീണ്ടും ഗോഡ്സെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് 2023-ലാണിത്. 23 വരെ. 2019 ആദ്യം ചെയ്തു, പിന്നെയും ചെയ്തു. അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഗാന്ധി കൊല്ലപ്പെടുന്ന സമയത്തുള്ള ഇത് ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ഫുൾ പേജ് നമ്മൾ എപ്പോഴാണ് കാണാൻ സാധ്യത? ഒന്നുമില്ല, നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. മനോരമ പറയും വരുമാനന്തം
വരും ആനന്ദം എന്ന് ഒരു പത്രം എഴുതുകയാണ്, ഒരു ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ, നമുക്കത് അപ്രൂവലും ചെയ്തിട്ടില്ല. അപ്പോൾ വോട്ടിട്ട് പാസ്സായി, ബഡ്ജറ്റ് മെയിൻ മനോരമയുടെ തലക്കിട്ട് വരും ആനന്ദം എന്നുള്ളതാണ്. പിന്നെ വരുമാനം ആനന്ദം, അങ്ങനെ രണ്ടും കൂടെ വെച്ചുള്ള ഇതാണ് ഫുൾ പേജ്. അല്ലെങ്കിൽ ഇന്ത്യ ക്രിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനെ തോൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒരു ഫുൾ പേജ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഇത് ന്യൂയോർക്ക് ടൈംസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയാം. ഇപ്പൊ ഇസ്രായേലിന്റെ കവറേജിനൊക്കെ എനിക്ക് എല്ലാവർക്കും ഒരുപാട് വിധങ്ങളിൽ അന്നൊക്കെ പത്രങ്ങൾ പറയേണ്ട കാര്യം പറയേണ്ട പോലെ പറയുമായിരുന്നു. ഗാന്ധി ഈസ് കിൽഡ് ബൈ എ ഹിന്ദു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവരുടെ ഹെഡ്ലൈൻ ആണ് ഗാന്ധി ഈസ് കിൽഡ് ബൈ എ ഹിന്ദു എന്നുള്ള ആ ഒരു. വീണ്ടും ഹെറൽഡ് ട്രിബ്യൂൺ, ന്യൂയോർക്ക് ഹെറൽഡ് ട്രിബ്യൂൺ, ഗാന്ധി ഈസ് അസാസിനേറ്റഡ് ബൈ എ ഹിന്ദു. കേരളത്തിലെ രണ്ട് പ്രധാന പത്രങ്ങൾ, ഒരാൾ പറഞ്ഞു നമ്മളാണ് ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞു, വേറെ ഒരു പത്രം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല ഇപ്പം. അന്ന് അവർ പറയുന്നത് അവർ ഗാന്ധി സാഹിബ് ഹിന്ദു എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ, മറാത്ത ഫ്രം പൂനെ ഫയർസ് അറ്റ് പോയിന്റ് ബ്ലാങ്ക് റേഞ്ച്, അത്രയെങ്കിലും മര്യാദ വരെ കാണിച്ചു. പറഞ്ഞു സത്യം പറയാൻ, മറാത്ത ഫ്രം പൂന ഫയർസ് അറ്റ് പോയിന്റ് ബ്ലാങ്ക് റേഞ്ച്. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ അത് പറയില്ല. ഇത് മോർണിംഗ് കൊണ്ടൊരു ഫോറിൻ പേപ്പർ, അവർ ഫെനാറ്റിക് ഹിന്ദു, സത്യം പറയേണ്ട രീതി പറഞ്ഞു ഫെനാറ്റിക് ഹിന്ദു. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു ഹിന്ദു ആണെങ്കിൽ ഫെനാറ്റിക് ആവാൻ പറ്റില്ല എന്നല്ലേ RSS പറയുന്നത്. അന്ന് ഞാൻ പറഞ്ഞു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതി പറയുക എന്നുള്ളൊരു പത്രധർമ്മം കൂടി ചില പത്രങ്ങളൊന്നും കാണിച്ചിരുന്നു. ഇന്നാണെങ്കിൽ പത്രം കത്തിക്കും, ഈ പറയുന്ന എന്നെ ചിലപ്പോൾ കത്തിക്കും, വേറെ കേരളത്തിലായിട്ട് കുഴപ്പമില്ല. ഇത് ഗാന്ധി ഫെൽ സല്യൂട്ടിംഗ് ഹിസ് അസാസിൻ, മഹാത്മാ ബിക്കംസ് ഇമ്മോർട്ടൽ. ഇത് ഫെബ്രുവരി 2-ാം തീയതി, 48 ഫെബ്രുവരി 2-ാം തീയതി ശക്തമായ, നേരത്തെ ഗോപീഷ്ണൻ പറഞ്ഞ കാര്യം, നെഹ്റു ഗവൺമെന്റ് ശക്തമായ നീക്കം, അതായത് നോ പ്രീച്ചിങ് വയലൻസ് കമ്മ്യൂണൽ ഹേറ്റൽ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയും. നമ്മുടെ പ്രധാനമന്ത്രി ആരെങ്കിലും അടിച്ചു കൊന്നൊരു 15 ദിവസം കഴിഞ്ഞല്ലേ വാതിറക്കുള്ളൂ. ഇത് 2-3 ദിവസം കഴിഞ്ഞ് വ്യക്തമായിട്ട് പറയുകയാണ് പണ്ടത്. RSS ബാൻ ചെയ്യാനുള്ള 2-ാം തീയതി, എനിക്കൊരു 2 ദിവസം കഴിഞ്ഞ് ബാൻ ചെയ്യും തോന്നുന്നു. അതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു, രാഷ്ട്രീയം മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പറയേണ്ട സമയം, ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. എപ്പോഴെങ്കിലും 10 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 ആഴ്ച കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട സമയത്ത് വ്യക്തമായി പറയുക എന്നുള്ളത്, അതാണ് ഇപ്പോൾ പലപ്പോഴും പലരും ചെയ്യാത്തത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രൈവറ്റ് ആർമി ഈസ് ഓൾസോ നോട്ട് ടു ബി ടോളറേറ്റഡ്. ഇന്ത്യയിൽ ഇത് പല സംസ്ഥാനങ്ങളിലും പ്രൈവറ്റ് ആർമികൾ ട്രെയിനിങ് നടക്കുന്നുണ്ട് പലയിടത്ത്. ഇത് RSS ബാൻ ചെയ്ത് വാർത്ത. ഗാന്ധിയുടെ ശരീരം അത് 4-ാം തീയതി ആണ്. ഇത് പിന്നെ ബാങ്ക് പിൻവലിച്ചു, ഗോൾവാർക്കർ റിലീസ് ചെയ്യുന്നു ആ കാര്യങ്ങൾ. ഇതൊരു വളരെ ഇതൊരു അകത്ത പേജാണ്, ഫ്രണ്ട് പേജ് അല്ല. ഗാന്ധിയുടെ വിചാരണ നടക്കുന്ന ദിവസം ആ മുഴുവൻ പേജ് സൈഡിൽ എനിക്കൊണ്ട് ഒരു കോളം ഒഴിച്ച് ബാക്കി മുഴുവൻ പ്രൊസീഡിങ്സിൻ്റെ ഡയലോഗ്, അതുപോലെ എങ്ങനെ റെക്കോർഡ്. അപ്പോൾ ഷോർട്ട് ഹാൻഡ് അന്ന് ടേപ്പ് റെക്കോർഡർ ഒന്നുമില്ല. ഇന്ന് നമുക്ക് ഹിസ്റ്ററിയിൽ ഏറ്റവും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ കോർട്ടിൽ എന്തെങ്കിലും കേൾക്കാറുണ്ടോ? ഈ പത്രക്കാർ പറയുന്ന അവരുടെ ഭാഷയിൽ എന്തൊക്കെ കഴിവുകളാന്ന് എഴുതി. ഇത് നോക്കൂ, ഇത് വെറും ഡാറ്റുമായിട്ട് മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 7 കോളം ഇതുവരെ ശരിക്കും 8 കോളം ഇതുവരെ നിർത്തിയിട്ട് മുഴുവൻ അതിനകത്ത് ആരൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് മുകളിൽ എന്നിട്ട് അതിൻ്റെ തലക്കെട്ടൽ നെഹ്റു ആൻഡ് സുഹൃത്തി, ബംഗാളിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, 2 മാർക്കോട് അവരെയും കൂടെ നോക്കി വെച്ചിരുന്നു എന്ന് ഒരാളുടെ മൊഴി പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കൊടുക്കാൻ പത്രങ്ങളും ഇത് വായിക്കാൻ വായനക്കാർ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ 200 വാക്കുകളിൽ കൂടി അല്ലെങ്കിൽ 3 മിനിറ്റിൽ കൂടുതൽ റീൽസ് അല്ലെങ്കിൽ ആരും ഒന്നും കാണില്ല, ആരും ഒന്നും വായിക്കില്ല. അപ്പം അന്നത്തെ ആളുകൾക്ക് ഒന്നിൽ വട്ടം അല്ലെങ്കിൽ മഹാമണ്ഡന്മാരായിരിക്കണം, അല്ലെങ്കിൽ എവല്യൂഷൻ വെച്ച് എന്തോ പറ്റിയാണ് അവർക്ക്. വേറെ ഒരു പഴയ പ്രാകൃത ഒരു ഞാൻ ആലോചിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇത്ര കോംപ്രിഹെൻസീവ് റിപ്പോർട്ടിംഗ് നടക്കും. ഇത് 48-ലാണ് ഇത് ഡെത്ത് സെന്റൻസ്, പിന്നെ സവർക്കർ അക്വിറ്റഡ്. ഇതിനായിട്ട് ബന്ധമല്ല. ഇത് പിന്നീട് 1980-കളിലാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പറയാൻ ധൈര്യം കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് വെറുതെ ഒരു ഫുട് നോട്ടായിട്ട്
എന്നിട്ട് അങ്ങനെ ഇതിനകത്ത് ഡോക്ടർ സ്വാമി കോട്ട് ദ ഫസ്റ്റ് വാസ് വെൻ ആൻ RSS man നാഥുറാം ഗോഡ്സെ അസസിനേറ്റഡ് മഹാത്മാഗാന്ധി. ഇന്ന് സ്വാമി അത് പറയുകയാണെങ്കിൽ എത്ര കേസ് എവിടെ വരുന്നത്? പിന്നെ സ്വാമി കൊണ്ട് കുഴപ്പമില്ല, സ്വന്തമായിട്ട് വാദിക്കാം, നമുക്കത് പറ്റില്ല. ഓരോ ഹിയറിങ്ങിന് പൈസ ഇത് അയാൾ പറഞ്ഞാണ്, ഞാനല്ല കേട്ടോ. ഞാൻ മുൻകൂർ ഗ്രാമ്യം എടുക്കാം. അങ്ങനെ പറഞ്ഞതായിട്ട് അതും പറയാൻ പറ്റൂല. പറഞ്ഞതായിട്ട് PTA റിപ്പോർട്ട് ചെയ്ത ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ. ഇത് ഗോപീഷ് നേരത്തെ പറഞ്ഞത് അത്രയും RSS ഗാന്ധി വധത്തിന് ശേഷം അല്ല ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം RSS പാർശ്വവൽക്കരിക്കപ്പെട്ടു, മാർജിനലൈസ്ഡ് ആയ RSSന് പെട്ടെന്ന് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ദിരാഗാന്ധി കൊടുക്കുന്നു. എമർജൻസി ഇതായിരുന്നു അവർക്കൊരു ഫുഡ് ഹോൾഡ് അല്ലെ ഗോപീഷ്? ഇതൊരു വലിയ ഇതായിരുന്നു അവർക്ക് ഒരു ലെജിറ്റിമസി കിട്ടാൻ, വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് വരാനായിട്ട്. അപ്പൊ ഇവിടെയാണ് ഈ JP നേരത്തെ ഗോപീഷൻ പറഞ്ഞു. അതിനകത്ത് എനിക്ക് തോന്നുന്നു JP പറഞ്ഞു ഈ RSS ഫാസിസ്റ്റ് സ്വയമായി, RSS ഫാസിസ്റ്റ് ആണെങ്കിൽ ഞാനുമാണ് എന്ന് പറയാൻ വളരെ വലിയൊരു എറർ ഓഫ് ജഡ്ജ്മെന്റ്. ചരിത്രം JPക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാത്തൊരു എറർ ഓഫ് ജഡ്ജ്മെന്റ് അദ്ദേഹം കാണിച്ചു എന്നുള്ളൊരു ഇതും കൂടെ നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് കഴിഞ്ഞ് ഇന്ദിരയും സഞ്ജയ് അത് എന്നിട്ട് ഞാൻ പറഞ്ഞ പത്രങ്ങളുടെ ആ ഒരു ഇത് എക്സ്പ്രസിൻ്റെ ആണ്. നമ്മൾ ഇന്നാണ് ചിലപ്പോൾ കോൺഗ്രസ് ഫെയിൽസ്ന്നോ ഇന്ദിര ഗവൺമെന്റ് ഫോൾസ്, അങ്ങനെയല്ല. വാർത്ത ഇതാണ്, ഇന്ദിരയും സഞ്ജയ് വീണു എന്നുള്ള നിലം പതിച്ചു എന്നുള്ള അതാണ് വാർത്ത. ഇവർ രണ്ടിനാണ് നിറഞ്ഞാടി നിന്നിരുന്നത്. അപ്പം വളരെ വളരെ ഷാർപ്പായിട്ട് ന്യൂസ് സെൻസും മറ്റ് കാര്യങ്ങളും ചരിത്രബോധവും ഇതെല്ലാം ഉള്ള ആളാണെന്ന് പത്രം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള. അവിടെ സൈഡിൽ കേരളത്തിന് അവമാനകരമായ കാര്യങ്ങളുണ്ട്. ഇത് ഗോപീഷ് നേരത്തെ പറഞ്ഞ ഇതാണ് പ്രശ്നം തുടങ്ങിയത് വീണ്ടും. അങ്ങനെയാണ് അവസാനം സർക്കാർ വീഴുകയും പിന്നീട് RSS BJP അതിനുശേഷം BJPയുടെ 80 BJP ചെയ്ത്. ഇനി ഞാൻ എളുപ്പം തീർക്കാം. ഇത് 1992 ഡിസംബർ 7 ടൈംസ് ഓഫ് ഇന്ത്യ പത്രമാണ്. കർസേജ് ഡിസ്ട്രോയ് ബാബറി മസ്ജിദ്, വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പിന്നെ അത് മാത്രമല്ല സൈൻഡ് എഡിറ്റോറിയൽ പത്രങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചിലർ പറയാതെ ബ്രഹ്മാസ്ത്രം, അവസാനത്തെ ആയുധമാണ് ഒരു പത്രം മുറവിളിക്കൽ നിലവിളിക്കുക. സാധാരണ സെലിബ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. ഇപ്പം ചില പത്രങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും സാധാരണ നിലവിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ സൈൻഡ് ഫ്രണ്ട് എഡിറ്റോറിയൽ. അന്ന് അവർ കളങ്കിതമായ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് അവർ ഇത് എഴുതി. അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസ്, ഇതൊരു രസമായ, അവരും വളരെ നേഷൻ ബിട്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ പത്രങ്ങളെല്ലാം ആരും പറഞ്ഞിട്ടല്ല ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ. കാര്യം അത്ര വലിയൊരു സംഭവം, നമ്മൾ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർക്കുക എന്നുള്ളത്. പക്ഷേ ഒരു പ്രശ്നം, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഹെഡ്ലൈൻ, ഇന്ത്യൻ എക്സ്പ്രസ് വളരെ നല്ല പത്രമാണ്, പക്ഷെ അവരെന്തുകൊണ്ടോ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ, ഇതിനെക്കുറിച്ച് NS മാധവന്റെ വളരെ പ്രധാനപ്പെട്ട കഥ നിങ്ങളെല്ലാം തിരുത്ത് വായിച്ചു കാണും. അതിനകത്ത് ചുള്ളിയാട്ട് എന്ന് പറഞ്ഞ എഡിറ്റർ അദ്ദേഹത്തിന്റെ പത്രത്തിൽ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ, അതായത് തർക്കമന്ദിരം തകർത്തു എന്നായിരുന്നു ഹെഡ്ലൈൻ. അത് ആ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ തർക്കമന്ദിരം എന്നുള്ള അദ്ദേഹം വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ബാബറി മസ്ജിദ് എന്ന് എഴുതി. അങ്ങനെയാണ് കഥ തീരുന്നത്, NS മാധവന്റെ കഥ. അപ്പോൾ അതിന് ശരിക്കും ഒരു പത്രം, ഇത് മാത്രമേ എനിക്ക് തോന്നുന്നു, ഞാൻ പിന്നീട് ജോലി ചെയ്ത ടെലിഗ്രാഫ് പത്രവും ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതിന് പ്രധാന കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് തീർച്ചയായില്ല, കാരണം നമുക്കിപ്പോൾ ആർക്കൈവ്സിനൊന്നും ആക്സസ് ഇല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രധാന കാരണം ആ സമയത്ത് ആ പത്രത്തിൻ്റെ എഡിറ്റ് പേജ് ഹാൻഡിൽ ചെയ്തിരുന്നത് അന്ന് വളരെ അപൂർവമായിട്ട്, ഈ അപൂർവ പക്ഷികളെന്നൊക്കെ പറയും പോലെ 1-2 റൈറ്റ് വിങ് ഐഡിയോളോഗ്സേ ഉള്ളൂ. ഒരാളായിരുന്നു അന്ന് ടെലിഗ്രാഫിൻ്റെ എഡിറ്റ് പേജ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതല്ല, പറയാൻ പറ്റില്ല, കാര്യം എനിക്ക് ആർക്കൈവ്സ് ആക്സസ് ഇല്ല. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് തന്നെയായിരുന്നു ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ ഫുള്ളോട്. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു യോഗത്തിൽ ഒരാൾ പറഞ്ഞു, കേരളത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വളരെ പ്രമുഖനായ ഒരു എഡിറ്റർ പറഞ്ഞത്, അവരും ഇങ്ങനത്തെ ഒരു കാര്യം ഇതാണ് ഉദ്ദേശിച്ചത്. പ്രധാന കാര്യം, അവർക്ക് എരിതീയിൽ എണ്ണ ഒഴിക്കാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് വളരെ റിസ്ട്രെയിൻഡ് ആയിട്ട് ചെയ്തായിരുന്നു. അത് അവരുടെ ഡെസിഷൻ, ഞാനതിന് അഭിപ്രായമൊന്നും പറയുന്നില്ല. തീരുമാനം ഞാൻ പറഞ്ഞു തിരുത്തിനെ കുറിച്ച്. ഞാനിത് ഈ 2 പേപ്പർ കാണിക്കാൻ കാര്യം, അപ്പോൾ ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നേഷൻ ബിട്രൈഡ്, വഞ്ചിക്കപ്പെട്ട രാഷ്ട്രം,
മറ്റ് പത്രം പറയുന്നുണ്ട് കളങ്കിതമായ റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ 2019 ഈ സ്ഥലം സുപ്രീം കോടതി ഹിന്ദുക്കൾക്ക് കൊടുക്കുകയും ഈ തർക്ക ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദുക്കൾക്ക് കൊടുക്കുകയും മോസ്ക് മാറ്റിയ ഒരു സ്ഥലത്ത് നിർമ്മിക്കാമെന്ന് പറയുകയും ചെയ്തപ്പോൾ അന്ന് ഈ കളങ്കപ്പെട്ടു അല്ലെങ്കിൽ രാജ്യം വഞ്ചിച്ചു എന്ന് പറയുന്നവർ വീണ്ടും ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ എഴുതേണ്ടതല്ലേ? അപ്പോൾ അവരെന്താണ് ചെയ്തത്? ഇത് ടൈംസ് ഓഫ് ഇന്ത്യ നേരത്തെ അവർ രാം മന്ദിർ വിത്തിൻ സൈറ്റ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ മാത്രമല്ല, ഇതിനകത്തൊരു പണ്ണുണ്ട്. അതായത് വിത്തിൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആ തർക്കഭൂമിക്കകത്ത് തന്നെ അത് എന്ന് മാത്രമല്ല, മറ്റേ വിത്തിൻ സൈറ്റ് SIGHT എന്ന് പറയുന്നത് നമ്മുടെ കാണാൻ കഴിയുന്ന, അതായത് നമുക്ക് കാണാൻ കഴിയുന്നു, മന്ദിരം കാണാൻ കഴിയുന്നു എന്ന് ചുവന്ന നിറത്തിൽ എന്തിനാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണോ വിലപിക്കുകയാണെന്ന് അറിയില്ല. പക്ഷേ ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ ആ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം മാറി എന്നുള്ള പറയാം. അതായത് 92-ഉം 2019 എനിക്ക് 14 ദിവസം പോലും ആയിട്ടില്ല. അതിനകം അന്ന് ധൈര്യം കാണിച്ച പത്രങ്ങൾ ഇത്തവണ ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ എഴുതാൻ എന്തുകൊണ്ടും വിമുഖരായി നിന്നു. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് നേരത്തെ അത് ടെമ്പിൾ ഗെറ്റ്സ് റൈറ്റ് മോസ്ക് അപ്ലോഡ്. ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല, ഏറ്റവും ശരിയായ ഹെഡ്ലൈൻ. പക്ഷെ ഇതാണ് ഒരു പത്രം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം. ഇതൊരു ഹിന്ദി പത്രം, ദൈനിക് ജാഗരൺ. അത് പിന്നെ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, അവരെവിടെ നിൽക്കുന്ന. ഇത് ആ കോടതി വിധി റിപ്പോർട്ട് ചെയ്യുന്ന പേജാണ്, ഫ്രണ്ട് പേജാണ്. ഇത് ദിവ്യ ഭാസ്കർ എന്ന് പറഞ്ഞ ഗുജറാത്തി പത്രം, അതായത് സിയാവർ രാമചന്ദ്ര കി ജയ്. അതാണ് അവരുടെ താല്പര്യം. ഇതൊക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. എന്നിട്ട് അവസാനം ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ എന്നിട്ട് ഇത് ഇന്ത്യൻ സ്റ്റോറിയാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല, അതെല്ലാം മാച്ച് കഴിഞ്ഞ് വെട്ടിക്കളഞ്ഞു എന്നുള്ളത് 2023 സംഭവിച്ച കാര്യമാണ്. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. ഈ നമ്മൾ നേരത്തെ കണ്ട, അതായത് പത്രങ്ങൾ ഒരു മടിയും കൂടാതെ നമ്മൾ വെണ്ടയ്ക്ക എന്ന് പറയും, വെണ്ടയ്ക്ക നിർത്തി 8 കോളത്തിലും ഫ്രണ്ട് പേജിലും പറയാൻ ധൈര്യപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇതിൽ അതെല്ലാം മാച്ച് അവർ വളരെ മനോഹരമായ രീതിയിൽ അവരത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈൻ കൊടുത്തിട്ട് വെട്ടി. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഈ വരികൾ വെട്ടിക്കളഞ്ഞു. RSS ബാൻഡിൻ്റെ ചരിത്രമായ സത്യമാണ്, അതാർക്കും നിഷേധിക്കാൻ പറ്റൂല. അതുപോലും വെട്ടിക്കളഞ്ഞു എന്നാണ് എക്സ്പ്രസ് പറയുന്നത്. ഇത് വളരെ കേരളത്തിലെ, ഞാനും വല്ലപ്പോഴും എഴുതാറുള്ള പത്രമാണ്. എൻ്റെ കഞ്ഞിയോടി മുട്ടുമെങ്കിലും സത്യം പറയണമല്ലോ. ഈ പത്രം വളരെ എന്താ പറയുന്നത്, വളരെ അഹങ്കാരത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം. അവർ അവരുടെ വെബ്സൈറ്റിൽ പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ആദ്യത്തെ കോപ്പി അച്ചടിച്ചത് ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണെന്ന്. അത് വെബ്സൈറ്റിൽ വളരെ വ്യക്തമായിട്ട് മഹാത്മാഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് മാതൃഭൂമി പത്രം ലോഞ്ച് ചെയ്തത്. 1923 ജൂലൈയിലാണെന്ന് തോന്നുന്നു, ജൂലൈയിലോ ജൂണിലോ. ഇത് മാത്രമല്ല, ഗാന്ധിയും നെഹ്റുവും മാതൃഭൂമി ഓഫീസിൽ പോയി അവിടുത്തെ പത്രപ്രവർത്തകരും മറ്റുള്ളവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെല്ലു പറയുന്ന ഈ മാതൃഭൂമി തുടങ്ങിയത് തന്നെ KT കേശവനും മറ്റുള്ളവരും തുടങ്ങിയത് തന്നെ കേരളത്തിലൊരു നാഷണലിസ്റ്റ് പത്രം ഇല്ല എന്നുള്ളൊരു അതിൻ്റെ നിർത്താൻ വേണ്ടി ഗാന്ധി തന്നെ മുൻകൈ എടുത്ത് ഗാന്ധിയുടെയും കൂടെ പ്രേരണയോടാണ് ഈ പത്രം തുടങ്ങിയത് എന്ന്. ആ പത്രം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് വെബ്സൈറ്റിലുണ്ട്. ദ ഫസ്റ്റ് കോപ്പി ഓഫ് മാതൃഭൂമി വാസ് പബ്ലിഷ്ഡ് ഓൺ 18th March 1923, ജൂലൈ അല്ലേ 18th March 1923, the day before the first anniversary of Mahatma Gandhi's arrest for the first time by the British police. ആനിവേഴ്സറിയുടെ അറസ്റ്റ്, സോറി, ഇത് അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നതാണ്. എന്നിട്ട് ഈ പത്രം 180 ഗാന്ധിയുടെ 180ാം ജന്മവാർഷിക ദിനത്തിൽ ആരെയാണ് ലേഖനം എഴുതാൻ വിളിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യം. കാണുമ്പോൾ എനിക്ക് വീണ്ടും ഞെട്ടും, അതുകൊണ്ട് വീണ്ടും കൊണ്ട് എനിക്ക് കാണുന്നു. ഇതാണ് ഡോക്ടർ മോഹൻ ഭഗവത്, RSS സംസ്ഥാന മഹാത്മാഗാന്ധിയുടെ ജീവിത വീക്ഷണം സ്വായത്തമാക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഭീകര കാര്യം. ഇതൊരു അല്ല, മോഹൻ ഭഗവത്തിന് ഒരു സ്പേസ് കൊടുക്കുന്നതിന് ഞാൻ ഏതൊന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്, എല്ലാ പൗരനും. അതായത് നമ്മളെപ്പോഴും ഗോപീഷ് നേരത്തെ പറഞ്ഞ നെഹ്റു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില്ല എന്ന് പറയുന്നവരെ പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊരു നമ്മൾ ഒരിക്കലും വേണ്ട, അദ്ദേഹത്തിന് സ്പേസ് കൊടുക്കും. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് ഇതൊരു ന്യൂസ് പേജിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി മുഴുവൻ കാണിക്കേണ്ടത് പറ്റിയിട്ടില്ല. ഒരു ഒപ്പീനിയൻ പേജിലല്ല. ഒരു വളരെ വലിയൊരു ചൈനീസ് പോൾ ഒപ്പീനിയനും അതായത് ന്യൂസും തമ്മിലുള്ള ബന്ധം കൂടി മാറി.
അത് ഞാനും അത് ഒരുപാട് ലംഘിച്ചിട്ടുള്ളതാണ്. എനിക്കുള്ളവരുടെ ഏറ്റവും വലിയ ഞാൻ പത്രപ്രവർത്തനം ചെയ്യുന്നത് പറഞ്ഞാൽ നിന്റെ പത്രത്തിൽ മുഴുവൻ നിന്റെ അഭിപ്രായമാണല്ലോ, വേറെ ആരുടെ അഭിപ്രായം. പക്ഷെ മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ള കൊടുക്കണമെങ്കിൽ തന്നെ ഇത് പക്ഷെ കുറച്ച് ഭയങ്കര കടന്നു കയ്യിൽ പോയെന്നാണ് നമ്മൾ അല്ലേ. കാര്യം ഇങ്ങനെ പറഞ്ഞൊരു പത്രം ഇപ്പോഴും പറയുന്ന പത്രം ഇപ്പോഴും ഉണ്ട്, വെബ്സൈറ്റിലുണ്ട്. ഏത് ഇത് ഒക്ടോബർ 2019 അല്ലേ, 2019 150 വർഷം ഇത്. അല്ല, ഇതിൽ മോഹൻ ഭഗവത് തെറ്റായ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഇതൊരു കുറച്ചൊരു നമ്മൾ വേറെ ഉപമയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമാവും. പിന്നെ തിരിച്ച് വീട്ടിൽ കുടുംബത്തിൽ പോകണ്ടേ നമുക്ക്. ഇത് അതിന് ശേഷം നമ്മുടെ 2022 അല്ല 24 മറ്റേ അയോധ്യ എന്താ പറയുന്ന പുണ്യപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ അത് ചെയ്ത സമയം മാതൃഭൂമി ഇതാണ് എന്നെ കുറച്ചും കൂടെ സമർപ്പണം എന്നും പറഞ്ഞാണ്. അതായത് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കകത്തും മറ്റും അതിൽ പലരെയും വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവത്തിൻ്റെ ആ സ്ഥലത്ത് വീണ്ടുമല്ല ആ സ്ഥലത്ത് പള്ളി തകർത്ത സ്ഥലത്ത് ഒരു ഒരു ക്ഷേത്രം തുറക്കുമ്പോൾ ഒരു പത്രം ചെയ്യേണ്ട പണി. അത് മാത്രമല്ല, എൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു സംഭവം കണ്ടോ, ഒരു ആ ദിവസം എനിക്കറിയില്ല, ഇങ്ങനത്തെ ദിവസങ്ങളുണ്ട്. കയ്യക്ഷര ദിനോ അങ്ങനെയൊന്നും ആയിരുന്നു ആ ദിവസം. അപ്പോൾ അത് മോഹൻലാൽ ഇത് അറിഞ്ഞോണ്ടിരിക്കുന്നത്. അത് മോഹൻലാലിൻ്റെ കയ്യക്ഷരത്തിലാണത് എഴുതിയിരിക്കുന്നത്. അത് മോഹൻലാൽ ഇത് അറിഞ്ഞുകൊണ്ട് അവർ കൊടുത്തണോ, ഞാൻ കയ്യക്ഷരം തരാണ്ടെങ്കിൽ സമർപ്പണം എന്ന് എഴുതി തരണം എന്ന് കൊടുത്തണോ, അതൊന്നും അതിനകത്ത് വിശദീകരിച്ചിട്ടില്ല. മോഹൻലാലിൻ്റെ പടമുണ്ട് ആ സൈഡിൽ. ഇതിലേതാണ് എന്നെ കൂടുതൽ ഞെട്ടിപ്പിച്ചതെന്ന് കാര്യം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പത്രമാണ് മാതൃഭൂമി. മനോരമ ഉണ്ട് കേട്ടോ, മനോരമ ഞാൻ കാര്യം മാതൃഭൂമി കൂടുതൽ ഞെട്ടിക്കാരും ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പത്രമാണ് മനോരമ. അങ്ങനെയൊക്കെ ഇപ്പോൾ അവകാശപ്പെടുന്നവർ നമുക്ക് അതല്ല, അവരുടെ എന്നാണ് നമുക്കറിയാം അവരുടെ പ്രയോറിറ്റീസ്. ഇത് വളരെയധികം അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു പത്രമാണ്. അപ്പോൾ നമുക്കിത് എന്തുമാത്രം ഞെട്ടലുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടെ അത് മോഹൻലാൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അറിഞ്ഞെങ്കിൽ ഇത് എഴുതുന്നുള്ള എനിക്കറിയില്ല. ഞാൻ അന്ന് വി കൻ ഓൾവേസ് ഗിവ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. നല്ലൊരു ആക്ടറല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അറിഞ്ഞില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മാത്രമല്ല, ഇത് നമ്മളിപ്പം 2024 ആയുള്ളൂ. നമുക്ക് 2025 നേരത്തെ ഗോപികൃഷ്ണൻ തുടങ്ങിയ സംഭവത്തിലോട്ട് വരാം. അതായത് ഇത്തവണത്തെ ഒക്ടോബർ 2 പ്രത്യേകത പറഞ്ഞല്ലോ, ഗാന്ധി ജയന്തി. പക്ഷേ ഗാന്ധി ജയന്തി കാട്ടി അവരാഘോഷിച്ചത് RSSന്റെ 100ാം വാർഷികം. അത് അവർ ചെയ്തിട്ട് അത് ഇനി ഞാൻ പ്രധാനമന്ത്രിയെ പോലും കുറ്റം പറയുന്നില്ല. പിന്നെ അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറ്റില്ല. RSS ചെയ്യേണ്ട അവരുടെ ഒരു വലിയ ദിവസമാണ്, അവർ ചെയ്തോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ പേടിപ്പിച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം, ജേർണലിസം ഓഫ് കറേജ്, വളരെ നല്ല. ഇന്നലെയും ഹിന്ദുവിൻ്റെ എഡിറ്റർ എൻ റാം, ഹിന്ദുവിൻ്റെ പഴയ എഡിറ്റർ, ഇപ്പോൾ അദ്ദേഹമില്ല, ഇന്നലെ അദ്ദേഹം കരൺ താപ്പറിന് കൊടുത്ത ഇന്റർവ്യൂ ബീഹാർ ഇലക്ഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ല കവറേജ് ഹിന്ദുവിൻ്റെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആണെന്ന് പറഞ്ഞു. അത് ഹിന്ദു സ്വന്തം പത്രത്തിന് അദ്ദേഹത്തിന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മളൊന്നും അങ്ങനെ പറയൂലല്ലേ. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞ ശരി തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആ പത്രം ഇപ്പോൾ അധികം വായിക്കാറില്ല. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 6ാം പേജിൽ, അത് നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരു പേരിൽ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് അതുപോലെ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് ആലോചിച്ചു. എന്നിട്ട് ഹെഡ്ലൈനാണ് ആഫ്റ്റർ 100 years of strengthening nation's soul, RSS journey into next century begins. ഇതൊരു ന്യൂസ് പേജിലാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത്. ഇതൊരു എഡിറ്റോറിയൽ പേജോ മറ്റ് അഭിപ്രായം പ്രകടന പേജിലോ, ഒരു ന്യൂസ് പേജിൽ. അതാണ്ട് ഇവിടെ വാങ്ചുങ്ങിൻ്റെ അതൊരു വാർത്തയല്ലേ, വാങ്ചുങ്സ് വൈഫ് റൈറ്റ്സ് ടു പ്രസിഡന്റ് സീക്സ് റിലീഫ് സ്ട്രാറ്റജിക് എറർ. ഇത് അഭിപ്രായമല്ലേ, ഇത് വാർത്തയാണ്. വാർത്തയുടെ മുകളിൽ ആ തലക്കെട്ട് നോക്കൂ. കുറച്ച് തിയറി ഞാൻ ഇത് കണ്ടാൽ എന്താണെന്ന് തോന്നുന്നു, ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നതെന്നല്ലേ തോന്നുള്ളൂ. അതല്ല, പ്രധാനമന്ത്രിയാണ് പറഞ്ഞതെങ്കിൽ ഒന്നുകിൽ കോളം ഇട്ടിട്ട് PM, 2 സെമി കോളനോ കോളം ഇട്ടിട്ട് 2 കുത്തിട്ടിട്ട് PM എന്ന് പറയും, അല്ലെങ്കിൽ കോമ ഇട്ടിട്ട് CS PM എന്ന് പറയും. ഇപ്പം അവർ പറയും അതിനകത്ത് സ്ഥലമില്ല, അതുകൊണ്ടാണ്. അങ്ങനെ സ്ഥലമില്ലെങ്കിൽ ഒരു കോട്ട്, സിംഗിൾ കോട്ട് കൊട്ടേഷൻ മാർക്ക് ഇടുമ്പോൾ വേറെ ആരോ പറയുന്നത്. ഇതിപ്പോൾ കണ്ടാൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഭിപ്രായമാണ് ഇതെന്ന് പറയും. അതായത് ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ഒരു പത്രം പറയുകയാണ് 100 വർഷം രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ ശക്തീകരിച്ചിട്ട് RSSന്റെ അടുത്ത സെഞ്ചുറിയിലോട്ട് തുടങ്ങി. ഇത് ആ സ്പീച്ചിനകത്തുള്ള വരിയാണ്.
ഞാൻ പറയുന്നത് നമ്മൾ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ എന്ന രാജ് കമൽ ഷാ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു റൈറ്റേഴ്സാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ചീഫ് എഡിറ്റർ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ഒരു മലയാളിയാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ അടുത്ത് മിണ്ടൂലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞ ഞാൻ സുഹൃത്തെന്ന് വിളിക്കാൻ അഭിമാനിക്കുന്നു. ഇന്നും ആ എഡിറ്ററെ എനിക്ക് എൻ്റെ ഫ്രണ്ട് വിളിക്കാൻ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ പോലും ഇതെങ്ങനെ ഞാൻ ഈ പത്രത്തിൽ വന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പക്ഷേ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഗവേഷണം പറഞ്ഞ ചരിത്രത്തിൻ്റെ പ്രാധാന്യം ഇതാണ്. ഇന്ത്യൻ എക്സ്പ്രസ് ബോഫേഴ്സ് സമയത്തും മറ്റ് അരുൺ ഷൂറി ഇരുന്നപ്പോൾ ആന്തുലയ്ക്കെതിരെയും രാജീവ് ഗാന്ധിക്ക് ആഞ്ഞടിച്ചപ്പോഴും നമ്മൾ പലപ്പോഴും മറക്കുകയോ നമുക്ക് അറിവില്ലാത്തൊരു കാര്യം, രാംനാഥ് ഗോയങ്ക നമ്മൾ എന്തോന്ന് നമ്മുടെ ഇപ്പോഴാണ് ഈ മാധ്യമസിംഹം എന്ന് പറയുന്നത്. ഒറിജിനൽ മാധ്യമസിംഹം രാംനാഥ് ഗോയങ്ക ആയിരുന്നു, ലയൺ ഓഫ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ അവാർഡുകൾ ഇതിൻ്റെ. കേരളത്തിൽ തന്നെ പല പത്രക്കാരും, ഇടതുപക്ഷ പത്രക്കാർ പോലും വളരെ അഭിമാനത്തോടുകൂടി ഗോയങ്ക അവാർഡ്സിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. എനിക്കത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടുള്ള ചൊരുക്കൊണ്ട് പറയുന്നില്ല. ആ ഗോയങ്ക, രാംനാഥ് ഗോയങ്ക 1971 MP ആയി. എങ്ങനെയാണ് MP ആയത്? ഭാരതീയ ജനസംഘത്തിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നത്. വിദിഷ എന്ന് പറഞ്ഞ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മധ്യപ്രദേശിലെ സീറ്റ്. ആ സീറ്റിൽ നിന്നാണ് പിന്നീട് വാജ്പേയിയും സുഷമ സ്വരാജും, വെറും ഒരു നിസ്സാര സീറ്റല്ല, വിദിഷ എന്ന് പറഞ്ഞ മധ്യപ്രദേശ് സീറ്റിൽ നിന്ന് 1971 രാംനാഥ് ഗോയങ്ക ഭാരതീയ ജനസംഘത്തിൻ്റെ ടിക്കറ്റിലാണ് MP ആയിട്ട് എഡിറ്റർ പാർലമെന്റിൽ കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത മൂന്നാമത്തെ തലമുറയാണ് ഇപ്പോൾ. അവർ മുത്തച്ഛൻ്റെ പഴയ രാഷ്ട്രീയ ഓർമ്മ കൊണ്ട് ചെയ്താണെന്ന് എനിക്കറിയില്ല. അവർ ചെയ്യാൻ വഴിയില്ല. ഇത് പത്രക്കാർ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ പത്രക്കാർ അവർ ചെയ്യുന്ന എന്ത് അബദ്ധമാണെന്ന്, അബദ്ധം എന്ത് പറയുന്നറിയില്ല. ഇതൊന്നും ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അതിൻ്റെ പ്രധാന കാര്യം എന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ. ഒന്ന് തലക്കെട്ട്, മറ്റേ ഈ ഗവൺമെന്റ് പൊളിറ്റിക്സിനകത്ത് എങ്ങനെ വരുന്നു എനിക്ക് എത്ര ഒരു പ്രധാനമന്ത്രിയുടെ സ്പീച്ച് അതുപോലെ അച്ചടിക്കുക, ഇതിനകത്ത് എങ്ങനെ വരുന്ന എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. വേറൊരു പത്രം, അത് ഡെക്കാൻ ക്രോണിക്കൽ ഹൈദരാബാദ്, അവർ സിറ്റി പേജിലാണ് ഇട്ടിരിക്കുന്നത്. സിറ്റി പേജിൽ സാറിന് നമ്മൾ കൊതുകടിയും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇതിൽ ലൈറ്റ് കത്തുന്നില്ല, അല്ലെങ്കിൽ ബസ് സ്ഥലത്ത് നിർത്തിയില്ല, റെയിൽവേ സ്റ്റേഷനിൽ ആൾ മറിഞ്ഞു വീണ്, ഇത് വാർത്തയിലുണ്ട്. ഇത് സിറ്റി പേജിൽ മുകളിൽ 100 years ഓഫ് സർവീസ് ടു നേഷൻ. അത് നേരത്തെ പറഞ്ഞ പോലെ ആട്രിബ്യൂഷൻ ഇല്ല പത്രത്തിൻ്റെ ഇതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അറിയാതെ, അപ്പം ഇതെല്ലാം പൈസയോട് ജനം വാങ്ങിക്കാം. നിങ്ങൾ വാങ്ങിക്കുന്നതല്ല, നമ്മളെന്ന് ഞാൻ മനോരമ പറഞ്ഞ പോലെ നമ്മളാണ് ഗാന്ധിയെ കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ വീട്ടിൽ കാര്യം ഞാൻ പറയാൻ ഒന്നും കൂടെ കാണിക്കാം. അതിനെക്കാട്ടി എന്നെ ഏറ്റവും ഞെട്ടിച്ചത്, ഞാൻ ജേർണലിസം പഠിച്ച ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ഗ്രൂപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കുലേഷൻ വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രമാണ്. എന്ന് മാത്രമല്ല, ഒരു കാലത്ത് സെക്യുലറിസത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തകൾ, നമ്മൾ എന്തൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരുപാട് കുറ്റം പറയാം, ഭയങ്കര ഈ റൈറ്റിംഗ് ഇത് എക്കണോമിക്സ് റൈറ്റിംഗ് ആണ്, അതാണ് ഇതാണെന്നെല്ലാം പറയുമെങ്കിൽ സെക്യുലറിസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു പത്രമായിരുന്നു. എന്ന് മാത്രമല്ല, ഗുജറാത്ത് വർഗീയ കലാപം നടന്ന സമയത്ത് ഏറ്റവും നല്ല ഇന്ത്യയിൽ റിപ്പോർട്ടിംഗ്. അന്ന് എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എൻ്റെ റൈവൽസാണ്. എന്നിട്ടും ഞാൻ വളരെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു, അവരുടെ റിപ്പോർട്ടിംഗ് എന്നാണ് ഏറ്റവും ശരിയായ രീതിയിൽ റിപ്പോർട്ടിംഗ് ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ആ ടൈംസ് ഓഫ് ഇന്ത്യ ചെയ്താണ് ഇതാണ് ആ ടൈംസ് ഓഫ് ഇന്ത്യ. ആ ടൈംസ് ഓഫ് ഇന്ത്യ വീണ്ടും ഇതെല്ലാം നേഷൻ പേര് എന്ന് പറഞ്ഞാൽ 100 years ഓഫ് സർവീസ് ടു നേഷൻ. അവരും സ്പീച്ച് അതുപോലെ അത് മുകളിൽ നരേന്ദ്രമോദിയുടെ പേര് ഇവിടെ ബൈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ സ്വന്തം ലേഖൻ നരേന്ദ്രമോദി എന്ന് പറയാൻ പോലെ ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ പറയുന്നത് നമ്മളിതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ, ഇത് പ്രധാന കാര്യം ഒരു മീഡിയ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, പത്രമൊക്കെ ഇപ്പോൾ എത്രയോ വായിക്കുന്ന എനിക്കറിയില്ല, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ പാർട്ട്ണറിനോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ പോലും അനുവദിക്കാത്തിടങ്ങളിലേക്ക് നമ്മുടെ മാധ്യമത്തിൻ്റെ ഈ മീഡിയത്തിനെ കൊണ്ടുപോകാറുണ്ട്. ചിലർ ബാത്റൂമിൽ നിന്ന് വായിക്കാറുണ്ട് പത്രം, ചിലർ ബെഡ്റൂമിൽ നിന്ന് വായിക്കാറുണ്ട്. പലരെയും മറ്റാരെയും കയറാത്ത സ്ഥലങ്ങളിൽ നമ്മൾ അനുവദിച്ച് ഇതിന് മാധ്യമങ്ങൾക്ക് അങ്ങനെ ഇടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല പൈസ നല്ല കാശും വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളറിയാതെ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവേഷണം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സമഗ്രമായ കാര്യങ്ങളിൽ ഒരു ഫുട് നോട്ടായിട്ട് മാത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്താൽ മതി. താങ്ക് യു വെരി മച്ച്.